ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് സീസൺ 1 5ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ കഥയൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അത് കണ്ടാലേ കഥ മനസ്സിലാവുള്ളൂ. സോ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യാം. ഈയിടെയായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഒരുപാട് അങ്ങ് കുറയുന്നുണ്ട്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലേ യൂട്യൂബ് നമ്മുടെ ചാനൽ ഒന്നുകൂടെ റെക്കഗ്നൈസ് ചെയ്ത് അറിയാത്ത ആൾക്കാർ വരെ നമ്മുടെ ചാനൽ അറിയുള്ളൂ. ഇതിന് വലിയ പ്രോസസ് ഒന്നും വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. ആ ഒരു ക്ലിക്കിന്റെ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആർത്തറിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഗാർഡ്സ് മനുഷ്യനായ നീ എന്തിനാ ഇവിടേക്ക് വന്നേ? ഇത് കേട്ട ആർത്തർ അവന്റെ മനസ്സിൽ ഇവിടെ വെച്ച് ഞാൻ ഒന്നും ചെയ്യാത്തത് അത് ടെസ്സിയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവൾ എന്ന് പറഞ്ഞ ആർത്തർ ടെസ്സിയെ നോക്കുമ്പോൾ അവൾക്ക് ഒരു ഭാവമാറ്റമില്ല. അവൾ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അവളുടെ കൂടെ നടന്ന് ഞാൻ അവള് പറയുന്നതെല്ലാം വിശ്വസിച്ചു. അവളെ തന്നെ ഞാൻ വിശ്വസിച്ചു. ഇത്ര പെട്ടെന്ന് ആരെയും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് ആർത്തർ അവന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവിടെയുള്ള ഗാർഡ്സ് പെട്ടെന്ന് അവനെ കൊല്ലാൻ പോവാണ്. ഉടനെ ടെസ്സിയെ ഇടയിൽ കയറി നിർത്ത്, ആർട്ടിയെ ഒന്നും ചെയ്യല്ലേ. അതിനാ ഗാർഡ്സിലെ ഒരാള്. പക്ഷെ ഇവൻ വലിയ പ്രശ്നക്കാരനാണ്. ഇവൻ മനുഷ്യരിൽ പെട്ട ഒരാളാണെന്ന് അറിയില്ലേ? ആർട്ടി അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അവനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് അവനെ വെറുതെ വിട്. എടാ വൃത്തികെട്ട മനുഷ്യ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇവളെ രക്ഷപ്പെടുത്തുന്നത് പോലെ അഭിനയിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുത്തല്ലേ. എന്നാ ഗാർഡ്സ് പറയുമ്പോ നിർത്ത് എന്ന് പറഞ്ഞൊരു വയസ്സായ എൽഫ് അവിടേക്ക് വന്നു. അവനെ വെറുതെ വിട് ഇപ്പൊ തന്നെ. അങ്ങനെ അവർ ആർത്തറിനെ വിട്ടു. ആർട്ടി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇവൻ ബാക്കിയുള്ള മനുഷ്യരെ പോലെയല്ല എന്ന് ആർത്തറിന്റെ അടുത്തിരിക്കുന്ന ടെസ്സിയെ പറയുമ്പോ ഒരു മനുഷ്യൻ, അതും കാണാതായ പ്രിൻസസിന്റെ കൂടെ വരുമ്പോ ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ചെയ്യുള്ളൂ എന്നാ വയസ്സായ ആള് പറയുന്നത് കേട്ട് ടെസ്സിയ അയാളെ മുത്തശ്ശാന്ന് വിളിക്കുന്നു. അത് കേട്ട് ആർത്തർ ഞെട്ടി. അയാൾ ആർത്തറിനോട് താൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കും. ഞാനാണ് എലനോറിന്റെ ഫോർമർ കിങ് ബീരിയോൻ എരലിത്ത്, എലനോറിന്റെ പ്രിൻസസ്. എന്റെ കൊച്ചുമകൾ ടെസ്സിയെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. എന്ത് പ്രിൻസസോ എന്ന് പറഞ്ഞ ആർത്തർ ഞെട്ടി. നീ ഈ കാര്യം അവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ടെസ്സിയുടെ മുത്തശ്ശൻ ചോദിക്കുമ്പോ ആർത്തർ അവന്റെ മനസ്സിൽ ഇവളൊരു രാജകുമാരി ആയിരിക്കുമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് മനസ്സിലായില്ല. ആ സമയത്താണ് അവിടേക്ക് ടെസ്സിയുടെ അച്ഛനും അമ്മയും വരുന്നത്. അവരെ കാണുന്ന ടെസ്സിയ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു. ഈ മനുഷ്യനെന്താ ഇവിടെ കാര്യം? സോൾജിയേഴ്സ്, നിങ്ങളൊക്കെ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? അവനെ പിടിച്ചു വെക്ക് എന്ന് ആർത്തറിനെ കാണുന്ന ടെസ്സിയുടെ അച്ഛൻ പറയുമ്പോ അവരോട് അങ്ങനെ ചെയ്യേണ്ടെന്ന് ഞാനാ പറഞ്ഞേ. ഒരു മനുഷ്യൻ എന്നതിലുപരി അവൻ ടെസ്സിയെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് നമുക്ക് അവനെ കൊല്ലാനോ പിടിക്കാനോ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തച്ഛ. ആർട്ടി എന്നെ രക്ഷപ്പെടുത്തിയത്. അവനോട് മര്യാദയ്ക്ക് സംസാരിച്ചോണം. എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ അവനെ തീർച്ചയായിട്ടും നമ്മുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കണം എന്ന് ടെസ്സിയെ പറയുന്നത് കേട്ട് അവളുടെ അച്ഛൻ, ഒരു മനുഷ്യനെ അതും നമ്മുടെ കൊട്ടാരത്തിലേക്കോ? ആർട്ടി, നീ വേഗം വാ, നമുക്ക് പോവാം. അവിടെ വെച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് തരാം. പക്ഷെ അപ്പോഴും ആർത്തറിന് പോവാൻ മനസ്സ് വരുന്നില്ല. ഡാ മോനെ, നമുക്ക് കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പൊ നീ അവളുടെ കൂടെ പോ എന്ന് വീഡിയോ പറയുന്നത് കേൾക്കുന്ന ആർത്തർ അവന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രത്യേകതരം പവർ ഉണ്ട്, വളരെ ശക്തിയുള്ള എന്തോ ഒരു തരം പവർ എന്നിങ്ങനെ ചിന്തിക്കുന്ന ആർത്തറിനെ ടെസ്സിയെ പെട്ടെന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. ആർത്തർ അങ്ങനെ ടെസ്സിയുടെ കൂടെ കിങ്ഡം ഓഫ് എലനോർ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് എൽഫുകൾ താമസിക്കുന്ന കിങ്ഡം ഓഫ് എലനോർ എന്ന് ചിന്തിക്കുന്ന ആർത്തറിനെ കൊണ്ട് ടെസ്സിയെ കൊട്ടാരത്തിലേക്ക് എത്തി. അവൻ അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇനി ആദ്യം എന്ത് ചെയ്യും? നിനക്ക് ലഞ്ച് തരണോ സ്നാക്സ് തരണോ, അതോ നീ ആദ്യം പോയിട്ട് കുളിക്കുന്നുണ്ടോ? അത് കേട്ട ആർത്തർ അവളോട് ഇതിനൊക്കെ മുമ്പ് എന്താണ് അവിടെ സംഭവിച്ചത്, നമ്മൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ശേഷം എല്ലാവരും ആർത്തറിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനിരിക്കുന്നു. ആർത്തർ മാത്രം അവിടെ നിൽക്കുന്നത് കണ്ട് ടെസ്സിയ അവനോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആർത്തർ ഒരു കസാരയിൽ ഇരുന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരാരൊക്കെയാണെന്ന് അവന് പറഞ്ഞു കൊടുക്കും. ഞാനാണ് ടെസ്സിയുടെ അച്ഛൻ, എലനോറിലെ ഇപ്പോഴത്തെ രാജാവ് ആൽഡുയിൻ എർലിത്ത്. ഇനി ഇതാണ് എന്റെ ഭാര്യ ടെസ്സിയുടെ അമ്മ, എലനോറിലെ റാണി മെരിയൽ എർലിത്ത്. ഞാൻ എലനോറിലെ ഫോർമർ കിങ് വീരിയോൻ എർലിത്ത്. അത് കേട്ട ആർത്തർ അവരോട്, ഞാൻ ആർത്തർ ലേവിൻ, കിങ്ഡം ഓഫ് സാപ്പിനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. എനിക്ക് ഇതുവരെ ഒരു റോയൽ ഫാമിലിയുടെ മുൻപിലോ ഒരു കിങ്ങിന്റെ മുൻപിലോ ഇങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ വാക്കുകൾ പറയുന്നത് കേൾക്കാൻ ഒരു റോയൽ ഫാമിലി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ആർത്തർ ഇങ്ങനെ അവരോട് പറയുന്നതിന്റെ കാരണം, ഇനി അങ്ങോട്ട് അവൻ പറയാൻ പോകുന്ന കാര്യം ഒരു കുട്ടി പറയുന്നത് പോലെ അവർ ചിന്തിക്കാൻ പാടില്ല. അവനത് ചിലപ്പോൾ കള്ളം പറയുകയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പൊ ആർത്തറിന്റെ സംസാരം കേൾക്കുന്ന അവർക്ക് അവനൊരു കുട്ടിയെ പോലെയല്ല സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആർത്തർ ഇങ്ങനെ അവരോട് പറയുന്നത്. ആർത്തർ അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ അവർക്ക് പറഞ്ഞു കൊടുത്തു. കൊള്ളക്കാരെ അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ അവന്റെ കുടുംബത്തിന്റെ അടുത്ത് നിന്ന് അവൻ വേർപെട്ടു പോയി. ശേഷം ടെസ്സിയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞപ്പോ രാജാവിന് ദേഷ്യം വന്നു. അവളെ വിൽക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയതെന്നോ? അപ്പൊ ഇതിന്റെ പുറകിൽ ആ വൃത്തികെട്ട മനുഷ്യന്മാര് തന്നെയായിരിക്കും. രാജാവേ, അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കുറച്ച് കടുത്തു പോകും. പക്ഷേ എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി അടിമയായിട്ട് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവരുടെ ജോലിയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഇതിന് വീരിയോൻ. അപ്പോ ടെസ്സിയെ അവർ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഒരു കുട്ടിയായ നീ അവളെ രക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? അവരോട് നീ സംസാരിച്ചോ, അല്ലെങ്കിൽ നീ അവരുടെ കാലിൽ വീണോ? എൽഡർ വീരിയോൻ, ഇത് രണ്ടുമല്ല ഞാൻ ചെയ്തേ. എനിക്കറിയാം ഞാനൊരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഞാനൊരു
ഞാനൊരു മന്ത്രവാദിയാണ്. അത് കേട്ട് അവിടെയുള്ള ഗാർഡ്സ് പെട്ടെന്ന്, അപ്പൊ നീ നിന്റെ ശക്തി ഉപയോഗിച്ച് അവരെല്ലാം കൊന്ന് ടെസിയെ രക്ഷപ്പെടുത്തിയെന്നാണോ പറയുന്നത്? അതെ. അപ്പൊ നീ അവരെ അടിച്ചിട്ടിട്ടാണല്ലേ എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് ടെസിയ. അതിന് അവിടെയുള്ള ഗാർഡ്സ് ആവട്ടെ, എന്തൊരു പച്ചക്കള്ളം, ഒരു കുട്ടിയായ നീ ഇതൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇവിടേക്ക് കയറി പറ്റാൻ വേണ്ടി പ്രിൻസസ് ടെസിയെ പറ്റിച്ചതല്ലേ? മതി, നിർത്ത്. അടുത്ത പ്രാവശ്യം ഞാൻ നിന്നോട് നിന്റെ കത്തി മാറ്റാൻ പറയില്ല എന്ന് അവരോട് കിങ് വീരിയോൺ. ആർട്ടി നുണ പറയല്ല, അവരുടെ അടുത്ത് നിന്ന് ശരിക്കും എന്നെ അവൻ രക്ഷപ്പെടുത്തി. എന്നെ വിൽക്കാൻ പോകുന്ന കാര്യം അവർ പറയുന്നത് ഞാൻ കേട്ടതാണ്. അത് കേട്ട കിങ്, ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതിന് ആർത്തർ, നന്ദിയുണ്ട്. അതുപോലെ രാജാവേ, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ അത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കൊള്ളക്കാരെന്നെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് ഇവിടേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് എനിക്കുള്ള ഒരേ ഒരു ആഗ്രഹം സാപ്പിനിലുള്ള എന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് വീണ്ടും എത്തിച്ചേരാനാണ്. അപ്പൊ നീ പറയുന്നത് ടെസിയെ രക്ഷപ്പെടുത്തിയതിന്റെ പ്രത്യുപകാരമായിട്ട് നിന്നെ സാപ്പിനിലേക്ക് തിരിച്ചയക്കണമെന്നാണോ? അതെ. താഴ്മയായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, എൽഫുകൾക്ക് മനുഷ്യരെ ഇഷ്ടമില്ലാന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും നീ എന്തുകൊണ്ടാ ഞങ്ങളോട് സഹായം ചോദിക്കുന്നേ? അത് കേട്ട ആർത്തർ കിങ്ങിനോട്, നിങ്ങളും മനുഷ്യരെ വൃത്തികെട്ടവരായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പറയുന്ന നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ? അങ്ങനെ വരട്ടെ ആൾഡ്വിൻ, അവൻ നിന്നെ കടത്തിവെട്ടി എന്ന് വീരിയോൺ. പക്ഷേ എൽഫുകൾക്കും മനുഷ്യർക്കും തമ്മിലുള്ള പ്രശ്നം അത്ര പെട്ടെന്നൊന്നും ആരെക്കൊണ്ടും കഴുകി കളയാൻ കഴിയില്ല എന്ന് കിങ് പറയുന്നതിന് ടെസിയ കിങ്ങിനെ ഒരുമാതിരി തറപ്പിച്ചു നോക്കും. അത് കാണുന്ന കിങ് ആർത്തറിനോട്, സാപ്പിനിലേക്ക് പോകാനുള്ള ടെലപ്പോർട്ടേഷൻ ഗേറ്റ് 7 വർഷം കൂടുമ്പോ 3 കിങ്ഡത്തിലെയും രാജാക്കന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. പക്ഷേ ഇനി ആ ഗേറ്റ് തുറക്കാൻ 5 വർഷം കൂടെ കാത്തിരിക്കണം. അത് കേട്ട് ആർത്തർ അവിടെ 5 വർഷവും എന്ന് പറഞ്ഞ സങ്കടത്തോടെ നിൽക്കുമ്പോ കിങ് അവനോട്, പക്ഷേ ഒരു മനുഷ്യനായ നിന്നെ ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് സോൾജേഴ്സിന്റെ പ്രൊട്ടക്ഷനോടെ നിന്നെ നിന്റെ വീട്ടിലേക്ക് എത്തിക്കാം. ഇത് കേട്ട് ആർത്തറിന് സന്തോഷമായിട്ട് അവൻ കിങ്ങിനോട് നന്ദി പറയുന്നു. അവൻ ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാലോ എന്ന സന്തോഷത്തിലിരിക്കുമ്പോ പെട്ടെന്ന് അവൻ അവന്റെ നെഞ്ച് വേദന എടുക്കും. നീ ആദ്യം പോയിന്ന് വിശ്രമിക്ക്, നാളെ നിനക്ക് പോകാനുള്ള സോൾജേഴ്സിനെ ഞാൻ തയ്യാറാക്കി നിർത്താം എന്ന് കിങ് അവനോട് പറയുമ്പോ അവന്റെ വേദന അവൻ പുറത്ത് കാണിക്കുന്നില്ല. ശേഷം കുളിച്ചുകൊണ്ടിരിക്കുന്ന ആർത്തർ ഇത് പോകെ പോകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സിൽവിയ, ഞാൻ ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും എന്നെ സഹായിക്ക്. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആർത്തർ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ വേദനയുടെ കാരണം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോഴാണ് ആർത്തർ മുകളിൽ ടെസിയ അവളുടെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നത് കാണുന്നത്. റെയ്നോൾഡും ആലീസും ഇപ്പൊ സുരക്ഷിതരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. അവരെന്തായാലും ജീവനോടെ ഉണ്ടാവും. ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ എന്റെ ഫാമിലിയുടെ അടുത്തേക്ക് എത്തിയതിനു ശേഷം വീണ്ടും ഇവരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ എന്നെ ഇവരെ നോക്കി ചിരിക്കോ? ഈയുള്ള സന്തോഷത്തോടെ അവർക്ക് എന്നെ കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചിന്തിച്ച് താഴെ നിൽക്കുന്ന ആർത്തറിനെ മുകളിൽ നിൽക്കുന്ന ടെസിയെ കണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ ടെസിയ, നിന്റെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്ന സമയം ഞാൻ ശല്യപ്പെടുത്തിയോ? ഞാൻ നിനക്കൊരു ശല്യമായിട്ടുണ്ടാവുമല്ലേ? ആർട്ടി, ഇങ്ങനെ ചളി തമാശയൊന്നും പറയല്ലേ. അതുപോലെ ആർട്ടി, നേരത്തെ എന്റെ അച്ഛനും ബാക്കിയുള്ളവരും നിന്നോട് അങ്ങനെ പെരുമാറിയതിന് ഞാൻ നിന്നോട് മാപ്പ് പറയാം. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. അവരങ്ങനെ ചെയ്തതിന് കാരണം നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുപോലെ അവർ നിന്നെ ഒരു വഷളായിട്ടുള്ള പ്രിൻസസ് ആക്കി മാറ്റും. അവര് നിന്നെ വഷളാക്കിക്കോട്ടെ. ആർട്ടി, ഞാൻ പറഞ്ഞു നിന്നോട് ഇതുപോലെയുള്ള ചളി പറയല്ലേ എന്ന്. നിന്റെ പാരന്റ്സിനെ വീണ്ടും നീ കാണുമ്പോ നീ ഇതുപോലെ തന്നെ ആയിരിക്കും. അത് കേട്ട് ആർത്തർ പെട്ടെന്നൊന്നും തിരിച്ചു പറയുന്നില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ വീണ്ടും കാണുമ്പോ അവർക്ക് പഴയതുപോലെ എന്നോട് സ്നേഹം ഉണ്ടാവോ? അവരെ ആ കൊള്ളക്കാർ അറ്റാക്ക് ചെയ്യാൻ കാരണം തന്നെ ഞാനാണ്. ഞാൻ കാരണം അവർ ഒരുപാട് പ്രശ്നത്തിൽ ചെന്ന് ചാടി. ഇത്രയൊക്കെ സംഭവിച്ചത് കൊണ്ട് അവരെന്നെ പഴയതുപോലെ മിസ് ചെയ്യുന്നുണ്ടാവോ എന്നിങ്ങനെ സങ്കടത്തോടെ ആർത്തർ പറഞ്ഞ് അത് കേട്ട് ടെസി അവിടെ നിൽക്കുമ്പോ പെട്ടെന്ന് ടെസി അവന്റെ മുഖത്ത് കയറി പിടിച്ചു. ആർത്തി, നിന്റെ പാരന്റ്സ് നിന്നെ കാണാത്തത് കൊണ്ട് ഉറപ്പായിട്ടും സങ്കടപ്പെടുന്നുണ്ടായിരിക്കും. എനിക്ക് തന്നെ നീ പോവാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സങ്കടമായി. പക്ഷെ നീ ഇതുവരെ പോയിട്ട് പോലുമില്ല. എന്നാലും എനിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് മിന്നാമിനിങ്ങുകൾ വരുന്നുണ്ട്. ടെസിയെയും ആർത്തറും അത് കണ്ട് നോക്കി നിൽക്കുമ്പോ അവൻ അവന്റെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മ വരുന്നു. അതുപോലെ ഇതിനു മുമ്പ് ആർത്തർ ടെസിയെ തെറ്റിദ്ധരിച്ചതിന് അവളോട് സോറി പറയുന്നു. പക്ഷെ അത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ ഒരു സമയത്ത് പുറകെ നിന്ന് ആരോ അവരെ അറ്റാക്ക് ചെയ്തു. ഉടനെ ആർത്തർ അത് പിടിച്ചു. എന്നിട്ട് ഓടി വന്ന് അവൻ അറ്റാക്ക് ചെയ്ത ആളെ ചവിട്ടി. അത് മറ്റാരുമല്ല, ടെസിയുടെ മുത്തശ്ശൻ വീരിയോനാണ്. നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയെ കൊല്ലാൻ നോക്കുകയാണോ? കൊല്ലാൻ നോക്ക്. ഞാനോ? അത് വെച്ച് ഞാൻ എങ്ങനെയാ ഒരാളെ കൊല്ലുന്നേ? അത് കേട്ട് ആർത്തർ അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോ അവന്റെ കയ്യിൽ മിന്നാമിനിങ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം നേരത്തെ അവർക്ക് നേരെ വലിച്ചെറിഞ്ഞത് മിന്നാമിനിങ്ങിനെയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ട്രിക്ക് ആയിരുന്നു. നീ ആ അറ്റാക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അത് പിടിച്ചു. നീ ആ കൊള്ളക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കിപ്പോ വിശ്വാസമായി. അത് കേട്ട് ആർത്തർ വീരിയോനോട്, നിങ്ങൾ ഇത് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ ചെയ്തേ? അവിടേക്ക് ഓടി വന്ന് ടെസിയ, മുത്തശ്ശ, ആർട്ടിയോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു മനുഷ്യനല്ല അവൻ. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അതിന് വീരിയോൻ അവരോട്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു മണ്ടത്തരം കാണിക്കാനായിട്ട് ഞാൻ ഇവിടേക്ക് വരുമോ? പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നേ. അതായത് കുറച്ചായി ഞാനൊന്ന് ഫൈറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞ വീരിയോൻ ഒരു മരത്തിന്റെ കത്തി ആർത്തറിന് കൊടുത്തു. ടെസിയെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് ആർത്തർ ഓടി വന്ന് വീരിയോനെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ആർത്തർ എത്ര അറ്റാക്ക് ചെയ്തിട്ടും വീരിയോനെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. അവനേക്കാൾ ഒരുപാട് സ്പീഡിലാണ് വീരിയോനെ അറ്റാക്ക് ഒക്കെ മാറി കിടക്കുന്നത്. അവസാനം ആർത്തർ ഓടി വന്ന് അവന്റെ മാനെ പുറത്തു കൊണ്ടുവന്ന് വീരിയോനെ അറ്റാക്ക് ചെയ്യുന്നു. വീരിയോന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആർത്തർ അയാളുടെ കണ്ണിൽ നോക്കി അയാൾ ഒരു മൃഗത്തിന് പോലെയാണെന്ന് ചിന്തിക്കുന്നു. വീരിയോൻ ഉടനെ ആർത്തറിനെ തള്ളി മാറ്റി. എന്നാൽ തെറിച്ചു പോകുന്ന ആർത്തർ ഓടി വന്ന് വീരിയോന്റെ തലയിൽ തൊട്ടു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്റെ തലയിൽ തൊട്ടല്ലേ? എന്നാ നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഉടനെ ടെസിയ ആ ഫൈറ്റ് നിർത്താൻ വേണ്ടി വീരിയോന്റെ ചന്തിക്കുന്നുള്ളി, നിങ്ങൾ ഈ ഫൈറ്റ് ഇവിടെ വെച്ച് നിർത്തിക്കോ. അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്കൊന്ന് താഴ്ന്നു കൊടുത്താൽ എന്താ? അതിന് വീരിയോൻ, ഞാൻ അവന് താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ അവൻ എന്നെ കടത്തി വിട്ടില്ലേ? എന്നിട്ട് അവൻ എന്നെ കളിയാക്കില്ലേ? അത് കേട്ട് ആർത്തർ അവരോട്, ലോർഡ് വീരിയോൻ, നിങ്ങൾ എന്നെ ഇത്രയും
അഭിനന്ദിച്ചതിന് ഒരുപാട് നന്ദി. എന്ത്, നിനക്ക് അങ്ങനെ തോന്നിയോ? എന്നാ നീ എന്റെ ശിഷ്യനായിക്കോ. എന്താ, നിനക്കതിന് സമ്മതമാണോ? നിങ്ങളുടെ ശിഷ്യനാവാനോ? നിങ്ങളിത് കാര്യമായിട്ടാണോ ചോദിക്കുന്നത്? ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും തമാശയായിട്ട് പറയാറില്ല. ഓ, എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ പാരന്റ്സിന് ഞാനിപ്പോ ജീവനോടുള്ള കാര്യം അറിയില്ല. അതിന് വീര്യൻ, നിന്റെ പ്രശ്നം അതാണെങ്കിൽ നിന്റെ പാരന്റ്സിനെ ഈ കാര്യം അറിയിക്കാൻ ഒരു വഴിയുണ്ട്. സത്യമായിട്ടും എന്ന് ആർത്തർ ആകാംക്ഷയോട് ചോദിക്കുമ്പോ പെട്ടെന്ന് അവന്റെ നെഞ്ച് അവന് വല്ലാണ്ട് വേദന എടുക്കും. വേദന എടുത്ത് മുട്ടുകുത്തിയ ആർത്തറിനോട് വീര്യൻ, എനിക്കിത് നേരത്തെ അറിയായിരുന്നു. ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത് തെറ്റിയില്ല. നിന്റെ അകത്ത് ഒരു ബീസ്റ്റ് ഉണ്ട്. നീ ഒരു ബീസ്റ്റിന്റെ വില്ല് ഇൻഹെറിറ്റ് ചെയ്തു. ഇനി നീ എന്റെ ശിഷ്യനായിക്കോ, അല്ലെങ്കിൽ നീ മരിച്ചു പോവും എന്ന് വേദന എടുത്ത് നിൽക്കുന്ന ആർത്തറിനോട് വീര്യം പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഏത് ബീസ്റ്റാണ് ആർത്തറിന്റെ അകത്ത്? അവൻ എങ്ങനെ അവന്റെ വേദന മാറ്റിയെടുക്കും? എന്തിനാണ് വീര്യൻ ആർത്തറിനെ തന്റെ ശിഷ്യനാകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. അത് അനിമേഷനിൽ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ ഒരാഴ്ച കാത്തിരിക്കണം. അതുവരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും അറിയില്ല. അതുകൊണ്ട് കൂടെ ഉണ്ടാവാൻ വേണ്ടി ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി, അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.